ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 65 പ്ലസ് എപ്പിസോഡാണ്. പ്ലസ് എപ്പിസോഡ് വരുന്നത് 46 ഉല്ലാസയാത്ര ടാസ്ക് എന്നാണ് എപ്പിസോഡിന്റെ പേര്. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാനുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിൻഡ് കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിയാക്ഷനിലേക്ക് പോവാം. ബഡ്ജറ്റ് തെരഞ്ഞെടുക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ബഡ്ജറ്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ നൈസ്, നന്നായി. ഏതാ കാക്കയുടെ വോയിസ്? അത് കഴിഞ്ഞ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക. വേറെ പണിയൊന്നും ഇല്ല, ടാസ്ക് കൊടുക്കണില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. വെറുതെ ഇങ്ങനെ കിടക്കുക, ഫുഡ് അടിക്കുക, ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുക, പിന്നെ ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. ഇത് തന്നെ പരിപാടി. ആകെ ടാസ്ക് കൊടുക്കുന്നത് ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 4 ദിവസം റെസ്റ്റ് ചെയ്യാം. എന്താ സുഖം അല്ലെ? അപ്പൊ എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സിജോ ഒക്കെ ടണൽ റൂമില്, ജാസ്മിൻ പോയി പീപ്പിൾസ് റൂമില് കിടക്കുന്നുണ്ട്, താമര ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ സിജോന്റെ ഒരു കണ്ടുപിടുത്തമാണേ, 2-3 ആഴ്ചയായിട്ട് കാക്ക വിളിക്കും. ജാസ്മിൻ ഒരു വീക്കിൽ ആരെയാണ് കാക്കാന്ന് വിളിക്കുക, ലാസ്റ്റ് കാക്കാന്ന് വിളിക്കുക, അവർ ആ വീക്ക് ഔട്ട് ആവുന്നു. അപ്പൊ ജാസ്മിൻ ആദ്യം സിജോനെ വിളിച്ചു, അത് കഴിഞ്ഞ് സായിനെ വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഈ വീക്ക് നോമിനേഷനിൽ ഇല്ല മോളെ, നീ ഉള്ള ആരെങ്കിലും വിളിക്കുന്നു പറഞ്ഞപ്പോ ഋഷിക്കാക്കാന്ന് പറഞ്ഞത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവാൻ ചാൻസ് ഉണ്ട്. അതായത് സിജോ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ശ്രീരേഖ ചേച്ചി കാക്കാന്ന് വിളിച്ചു. അവൻ അങ്ങനൊന്നും ഇല്ല. നിനക്ക് അതിൽ വിശ്വാസം ഉണ്ടോടാ? ഇല്ല, അവന് വിശ്വാസം. ഋഷി എനിക്കിതിലൊന്നും പേടിയില്ല. ജാസ്മിനെ ആ രശ്മി നിക്കണ്, അവിടെ ഒന്ന് കാക്കാന്ന് വിളിക്കോ? പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ തീരുമാനം നിനക്ക് എങ്ങനെ മനസ്സിലായി ഋഷി? ഉണ്ടായിരിക്കുന്നതാണ് അവസാനം വരെ പുറത്തു പോകാതെ. അത് കഴിഞ്ഞ് ഉല്ലാസയാത്ര ടാസ്ക് വന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് ബസ് സ്റ്റാൻഡിന്റെ പേര് എഴുതിയ വൃത്തങ്ങൾ അവിടെ ഉണ്ടാവും. ഏത് വൃത്തത്തിന്റെ പേരാണ് പറയാ, അതിൽ പോയി നിൽക്കണം. ചിലത് ചെറിയ വൃത്തമായിരിക്കും, ചിലത് വലിയ വൃത്തമായിരിക്കും. അപ്പൊ ആ ടാസ്ക് ആണ്. കഴിഞ്ഞ സീസണിൽ അഖിൽമാരും ശോഭയൊക്കെ ആയിട്ട് വന്നടിയായ ഒരു ടാസ്ക് ആണ് ഇത്. ഇപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. റെഡിയാണോ? അപ്പൊ ബസ്സർ അടിച്ചു. അബദ്ധേശ്വരം ബസ് സ്റ്റാൻഡ്. അബദ്ധേശ്വരോ? വല്ലാത്ത പേര് തന്നെ. എന്തിനാണ് ഇത്ര അടി കൂടുന്നേ? ആ വൃത്തത്തിന്റെ ഉള്ള എന്തോരം സ്ഥലമാ. വെറുതെ നിന്നാ നിക്കാൻ പറ്റും, എന്നാലും മുന്തിയും തള്ളി നിക്കാ രശ്മിനൊക്കെ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. വെറുതെ എന്തിനാ അടി കൂടുന്നേ? ബിഗ് ബോസ് ആണല്ലേ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. മൊയ്ന്തുംപാറ ബസ് സ്റ്റാൻഡ്. അത് നമ്മുടെ നോറയുടെ ബസ് സ്റ്റാൻഡാണ്. നോറയുടെ ബസ് സ്റ്റാൻഡ് ആയോണ്ടാണ് നോറ ബസ് സ്റ്റാൻഡ് വന്ന് നിക്കണ്ട്. ആദ്യം വന്ന് നിന്ന നോറയും അതിന്റെ മോളിൽ കൂടെ അൻസിബയും പുറത്തേക്ക്. തള്ളല്ലേ ചിന്ന ചേട്ടാ, തള്ളല്ലേ ചിന്ന ചേട്ടാ. നന്ദനിപ്പൊ ജിൻഡോനെ അടിക്കും. അൻസിബയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയുണ്ട്. ദേ പറഞ്ഞു വീണല്ല കൂടി. രശ്മിന്റെ കൈക്ക് എന്തോ പറ്റി. അതാരുടെ ഇത്ര സ്ഥലത്തിന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കണേ? ജാസ്മിനാ. സമയം കഴിഞ്ഞല്ല കേറിക്കാൻ. കൊറേ സ്ഥലം ഉണ്ടല്ലോ. ആരാടാ അർജുന്റെ ഷട്ടിയിൽ പിടിച്ച് വലിക്കണേ? കൈവിടറാ. ജിൻഡോനെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് അർജുൻ തെറിച്ചു നോക്ക്. ജിൻഡോ ഓവർ പെരുപെരുപ്പ് കാണിച്ച് ടാസ്ക് കൊളാക്കി ടാസ്ക് ഔട്ടുമായി. ബിഗ് ബോസ് ഇത് ഇത്തിരി കൂടി വട്ടമായിരുന്നില്ലേ? ഇത്തിരി കൂടി വലിയതിൽ തരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത വട്ടത്തിന്റെ പേര് വിളിച്ചു. ഇരട്ടത്താപ്പുകര. നല്ല പേര്. ഈ ബിഗ് ബോസിന്നാന്ന് തോന്നുന്നു ഈ പേരൊക്കെ കിട്ടിയത്. ജാസ്മിൻ ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഓടി വന്ന് വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നു. സായി ജാസ്മിന്റെ മടി കേടിയിരുന്നു. അപ്പൊ ജാസ്മിൻ അയ്യോ സായി എന്റെ തണ്ടല് മടിയിരിക്കണം പാട്ടി. എന്റെ പൊന്നു ജാസ്മിന്, ഞാൻ മടിയിൽ ഇരുന്നതല്ല, എന്നെ ഇരുത്തിയത്. അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെ എണീക്കാനാ? നീ വേണമെങ്കിൽ എനിച്ചു പോ. അതെന്ത് വർത്താനാണ് നന്ദന? അവരെ എണീക്കാൻ വേണ്ടിട്ടല്ലേ നോറ പുറത്തിറങ്ങിയപ്പോ നോറ ഔട്ടാ. ബസർ അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാ? പാവൻ നോറ. ശരി നോറ, ശരി, ഓക്കെ പൊക്കോ. വിഡ്ഢിപ്പാളയം ബസ് സ്റ്റാൻഡ്. വിഡ്ഢിപ്പാളയം ബസ് സ്റ്റാൻഡ്. അതിലിരിക്കണവരൊക്കെ വിഡ്ഢികളാ.
എടാ ജാസ്മിന് ഇലയിട്ട് സദ്യ ഉണ്ടാൻ പോണ, നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? സിജോ പിടിച്ചു വലിക്കണം, വിട്ടങ്ങോട്ടെ. കോഴിശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇത് ഗബ്രീൻ ഉദ്ദേശിച്ചിട്ടതല്ലേ, എന്നെ അല്ലാത്ത. ഇതെന്താ കോഴിയാ കാലിലൊക്കെ പിടിച്ച് വലിച്ചോണ്ട് പോണേ? ആ ജാസ്മിൻ സീനായി, ജാസ്മിൻ വഴക്കായി, ജാസ്മിനെ വലിച്ചതിന് ജാസ്മിൻ ഇഷ്ടായില്ല. എന്റെ പൊന്നു ദേവോണ്ട്. ജാസ്മിൻ പറ. അത് മോശമാണ്, കാലിൽ പിടിച്ച് വലിക്കാൻ പാടില്ല. എന്റെ പൊന്ന് ജാസ്മിൻ ഔട്ടായി, ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുത്ത് പുറത്തു പോകും, അല്ലാണ്ട് അവിടെ കിടന്ന് ബാധിക്കണേ. സിജോ അത് ഗെയിമല്ല, അവൾക്ക് ഇഷ്ടമല്ല അവള് കളിക്കും, നിങ്ങക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കളി. എടാ വൃത്തികെട്ടവന്മാരെ, ഞാൻ 2 ഡബിൾ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ വന്ന് ഇത് പറയും. ഇതൊന്നും നിങ്ങൾക്ക് ഡബിൾ മീനിങ് അല്ല, കൊള്ളാം. എന്തായാലും ഈ ഉല്ലാസയാത്ര വട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ടാസ്കിൽ നമ്മുടെ അഭിഷേക് ജയിച്ചു, നമ്മുടെ സായി മാറിക്കൊടുത്തു. ഓ ഋഷിക്ക് അല്ല അറിയാ. ഓ കൊച്ചു കള്ളൻ. അടിപൊളിയായിട്ടൊന്ന് വീണിട്ടുണ്ട് ആദ്യം, അത് ഞാൻ കണ്ടായിരുന്നു. അയാള് വീഴാൻ തോന്നുന്നു, അയാൾ എന്നെ പിടിച്ച് വലിച്ചോണ്ടാ പോകുന്നത്. പിന്നെ എടാ അത് അയാളുടെ ഗെയിം. അവരാഴ്ച വല്ല പുല്ലോ മറ്റേ മടലോ കാടോ എന്താണ്. നിങ്ങൾ ഇത്ര പേര് നിക്കണേന്റെ ഇടയ്ക്ക് ഇങ്ങനെ കാടൊക്കെ വരുന്നേ. ഞാൻ കുനിഞ്ഞേക്കുമ്പോഴാണ് എന്നെ മുടി പിടിച്ച് വലിച്ച്. കുനിഞ്ഞു നിന്നാ കിഡ്നി അടിച്ചോണ്ട് പോകുന്ന ടീംസ് ഉള്ള നാടാ ഋഷി. എപ്പോഴാ നിന്റെ മുടി? ജാസ്മിൻ എന്താ ഫോൺ വിളിക്കണ? ഓ ഗബ്രിയുടെ ഫോട്ടോ എന്റെ മോന്. മടിയിലല്ല ഇരിക്കുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ജാസ്മിനെ, ഇതൊക്കെ ഗബ്രിക്ക് അവിടെ ടിവിയിൽ ഇരുന്ന് കാണാലോ, പിന്നെ നീ എന്തിനാ പിന്നെയും പറഞ്ഞു കൊടുക്കണേ കമന്ററി പോലെ? നല്ല പേര് എടുക്കുന്നുണ്ട്. ജാസ്മിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണ്, പക്ഷെ ഗബ്രി പുറത്തുനിന്ന് എന്തിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന് നിനക്ക് അറിയാം മോളെ. കുറ്റമേ അല്ല, കാലി പിടിച്ച് വലിച്ചിട്ടത് കുറ്റമല്ല ജാസ്മി, മടി കയറിയിരുന്നതോ കുറ്റം. പ്രശ്നമില്ല. പോട്ടെ ജാസ്മിന് പോയിട്ട് എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു. ഞാൻ ചോദിക്കൊന്നുമില്ല, പിന്നെ അവള് തെറിച്ചു വിടാനും ഞാൻ പോയി ചോദിക്കണം. എനിക്കെന്താ വട്ട. ഇവനോ എന്നോട് പഠിച്ചല്ലേ വെട്ട സിനിമയിലെ തമാശല്ലത്. മാമച്ചൻ നമ്മുടെ നന്ദന ജിൻഡോ ചേട്ടന് പെണ്ണ് കാണാൻ വന്നതുപോലെ ചായ കൊടുക്കണം. ജിൻഡോ ചേട്ടൻ നാണത്തിലൊക്കെ ഇരിക്കേണ്ട, നന്ദന നാണത്തില് വരുന്നുണ്ട്, ചായ കൊടുക്കുന്നു. വേറെ ഒന്നും ഇല്ല ആണെങ്കിൽ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഈ ജാസ്മിന് ഇതുവരെ എനിച്ചില്ലടേ പുതപ്പിന്റെ അടിയിന്ന്. കിട്ടിയോ? കിട്ടിയില്ല, തരോ? നിങ്ങൾ അങ്ങനെ കാണട്ടെ, ഞാൻ പിണങ്ങി ക്യാമറ അല്ല പിന്നെ ഫോട്ടോ ഞാൻ തിരിച്ചു പിടിക്കും. അയ്യോ എന്തുവാ, പട്ടിഷോയ്ക്ക് ഒട്ട് കുറവില്ല. ആ ബോധ്യം ഉണ്ടല്ലോ. എന്തൊരു ഗതികേടല്ലേ ഞങ്ങൾക്ക്, എന്തൊരു ഗതികേട് ജാസ്മിൻ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. അതുകൊണ്ട് പോയി തന്നില്ലേ ഒന്നും കിട്ടൂല. അയ്യോ കിട്ടൂലേ? ഇനി വയ്യടാ, അയ്യോ വേദന എടുക്കുന്നു. അയ്യേ എവിടെ വേദന? എനിക്ക് നോട്ട് വല്ലടാ ഇടിച്ചിട്ട്. പിന്നെ എവിടെ ഇടിച്ചേ? എങ്ങനെ ഡോക്ടറോട് പറയും? നീ എവിടെയും പോയി പറയണില്ലെങ്കിലും ഗബ്രിനോട് പറഞ്ഞ് ഞങ്ങള് വെറുപ്പിക്കുന്നുണ്ടല്ലോ മോളെ. കാല് നല്ല ഉയരത്തിലാവാൻ പൊക്കിയല്ലേ, ഭയങ്കര സിമ്പിളായിട്ട്. എന്നാലും എന്റെ അഭിഷേകേ, നീ ജാസ്മിന്റെ ചന്തി കളയണ്ടായിരുന്നു. അത് അവനിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് നിന്നെ കൊണ്ടിട്ട് നിനക്ക് ഇത്രയും തടിയും പൊക്കമൊക്കെ ഇല്ലടി. നിന്നെ ഇങ്ങനെ കോഴിക്കുഞ്ഞിനെ എടുത്ത് കളയണ പോലെ അവൻ വലിച്ചുകൊണ്ട് പോയെ. വലിച്ചതിൽ ചെന്ന് ഇടിച്ചത് എന്റെ നടുവാണ്. കാലവൻ പൊക്കുകയാണ്, ഞാൻ ബോഡിയിൽ ഇരിക്കുകയാണ്. ഇടിക്കുന്നത് എവിടെ ആയിരിക്കും? ചന്തി നടുവല്ലേ പോയിരിക്കുന്നു. സത്യം പറഞ്ഞ ജാസ്മിന് നല്ല ഇടി കിട്ടി, അതുള്ള കാര്യമാണ്. കാലി പിടിച്ച് വലിച്ച് പുറത്തെടുത്ത് എവിടുത്തെ ഗെയിമാ അത്? എവിടുത്തെ സ്ട്രാറ്റജി? ദാറ്റ് ഈസ് എ മോശം സ്ട്രാറ്റജി. അതിന് തള്ളണം. എന്റെ പുതിയ സിനിമ 150 കോടി അടിച്ചിട്ടുണ്ട്. അത്ര നല്ല മതിയാ? തീർത്തുന്നതല്ല ഗെയിം, അതെവിടുത്തെ ഗെയിമാ? എനിക്കറിയാൻ പാടില്ല എന്റെ ജാസ്മിന്, അതാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. 64 ദിവസം രാത്രി 10:05. ഉല്ലാസയാത്ര ടാസ്കിന് വിജയിച്ച അഭിഷേകിന് ചിക്കൻ ബിരിയാണി സമ്മാനം. ഞാൻ എടുത്ത ശരിയാവില്ല. ചക്കക്കൂട്ടാനില് കൈയിട്ടതുപോലെ ഒക്കെ കൂടിയിട്ട് വരകാണ്. അഭിഷേകിന് വല്ലതും കൊടുത്തോടെ. ഉല്ലാസയാത്ര കളിയും പിന്നെ ജാസ്മിന്റെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ്
ഇന്നത്തെ ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ